الحمد لله الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. صدق الله العلي العظيم. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നമ്മുടെ ജീവിതത്തിന് വേണ്ട റബ്ബ് നൽകിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കഴിവിൻ്റെ പരമാവധി പാലിച്ച് മനസ്സിലാക്കി യഥാർത്ഥ മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ആദ്യത്തെ നോമ്പിന്റെ ദിനരാത്രങ്ങൾ 9 നോമ്പുകൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ജീവിതായുസ്സിലെ അല്ലാഹു നമുക്ക് നൽകിയ മഹത്തായ കാരുണ്യം, ആ കാരുണ്യത്തെ അനുഭവിച്ചും ആ കാരുണ്യത്തെ മനസ്സിലാക്കിയും ഈ റമളാനിന്റെ രാപ്പകലുകളിൽ നമ്മൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ നോമ്പിന് ഓരോ ദിവസവും പിന്നിടുമ്പോഴും യഥാർത്ഥ നോമ്പുകാരൻ ഓരോ നോമ്പിനെ കുറിച്ചിട്ടും അള്ളാഹുവിൻ്റെ തുലാസിൽ ആ നോമ്പിന് എന്ത് വിലയുണ്ടാകും എന്ന് സ്വയം തന്നെ ഒന്ന് അളന്ന് പരിശോധിച്ച് ചിട്ടപ്പെടുത്തി നോക്കും. മാത്രമല്ല, ഓരോ ദിവസം കഴിയുമ്പോഴും ഇനി വരാനിരിക്കുന്ന നോമ്പിന് ആ നോമ്പിന് കഴിഞ്ഞ നോമ്പ് പോലെയല്ല, അതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നോമ്പുമായിട്ട് അതിനനുസരിച്ചു കൊണ്ടുള്ള റബ്ബിനെ തന്നെ സൽക്കർമ്മങ്ങളിലൂടെ കാണിക്കുവാനുള്ള ഒരു അവസരം എന്ന നിലയ്ക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് കഴിഞ്ഞ നോമ്പിനേക്കാൾ കുറച്ചധികം ഗൗരവത്തിൽ തന്നെ വരും നാളുകളെ, വരും 10 ദിനങ്ങളെ, അടുത്ത ദിനരാത്രങ്ങളെ ഏറ്റവും ശ്രദ്ധയോടുകൂടിയിട്ട് ഞാൻ ഉണ്ടാകും. ഇങ്ങനെ കർമ്മങ്ങൾ അനുസരിച്ച് ആ കർമ്മങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകുന്ന വിശ്വാസികളായിരിക്കും
യഥാർത്ഥത്തിൽ നോമ്പുകാരിൽ ഏറ്റവും ശ്രേഷ്ഠർ എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മളോട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്തു, നിങ്ങൾ പറയാനുള്ളതും പ്രാർത്ഥിക്കാനുള്ളതും എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം നൽകും, മറുപടി നൽകും എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് നൽകുന്ന വലിയ ഒരു പ്രതീക്ഷയുടെ വർത്തമാനമാണ്. പടച്ച റബ്ബ് യഥാർത്ഥത്തിൽ നമുക്കറിയാം, നമ്മുടെ ജീവിതം എടുത്ത് ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ നമ്മളിങ്ങനെ ജീവിച്ചിങ്ങനെ പോരുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പല കുറവുകൾ സംഭവിക്കും, ന്യൂനതകൾ സംഭവിക്കും. അത് സ്വാഭാവികമായിട്ട് മനുഷ്യന് വന്നു ചേരുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും ജീവിതം എന്ന് പറയുന്നത് തന്നെ ചില കയറ്റങ്ങളും ഇറക്കങ്ങളും വളവുകളും തിരിവുകളും ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതത്തിന്റെ ഒരു യാത്രയിൽ അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ആദം നബി അലൈഹി സ്വലാമിന് തന്നെ ദുർബലമായൊരു നിമിഷത്തിൽ അബദ്ധം സംഭവിച്ചല്ലോ. റസൂൽ എന്നെ പഠിപ്പിച്ചു, കുല്ലു ഇബ്നു ആദം ഖത്താഉൻ വഖൈറു ഖത്താഇന അത്തവാബൂൻ. എല്ലാ ആദമിന്റെ സന്തതികളും തെറ്റ് സംഭവിക്കുന്നവരാണ്. അതേസമയം തെറ്റിൽ ഏറ്റവും ശ്രേഷ്ഠർ എന്ന് പറയുന്നത് അതിൽ തൗബ നടത്തുന്നവരാണ്. വഖൈറു ഖത്താഇന അത്തവാബൂൻ. തൗബ നടത്തുന്ന ആളുകളാണ് അതിൽ ഏറ്റവും ശ്രേഷ്ഠർ എന്ന് പറയുന്നത്. അപ്പൊ തെറ്റ് സംഭവിക്കുക, അബദ്ധങ്ങൾ സംഭവിക്കുക, ജീവിതത്തിൽ കറപുരളുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അതേസമയം തന്നെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശയം എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളും വീഴ്ചകളും പൊറുക്കാൻ വേണ്ടിയിട്ട് പടച്ച റബ്ബ് തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് നടന്നെടുക്കുമ്പോഴേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഓടി വരും എന്നാണ് റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ അള്ളാഹുവിലേക്ക് വേഗത കുറച്ചു പോകുമ്പോൾ നമ്മളെ കാണാനും നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിവേഗം നമ്മളിലേക്ക് വന്ന് അണയും എന്നാണ് റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വലിയ പ്രതീക്ഷ നൽകുന്ന ഖുർആനിലെ വാക്യങ്ങൾ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഖുർആനിന്റെ ഓരോ പ്രയോഗങ്ങളും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നാം മനസ്സിലാക്കണം. ഇവിടെ തന്നെ ഖുർആൻ പ്രയോഗിച്ചത് നോക്കൂ. എന്റെ അടിമകളെ, യാ ഇബാദിയല്ലദീന അസ്റഫു, സ്വയം അതിവിട്ട് പ്രവർത്തിച്ചിട്ടുള്ള, സ്വയം അതിരുവിട്ട് പ്രവർത്തിച്ചിട്ടുള്ള, സ്വയം തന്നെ അല്ല നിശ്ചയിച്ചിട്ടുള്ള ബൗണ്ടറികൾ, അതിർത്തികൾ അത് ലംഘിച്ചു കടന്നിട്ടുള്ള എന്റെ അടിമകളെ, ധിക്കാരികളെ എന്നല്ല അള്ളാഹുവിന്റെ അഭിസംബോധന. എന്റെ അടിമകളെ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. സ്വന്തത്തിൽ തന്നെ ധിക്കാരം പ്രവർത്തിച്ചിട്ടുള്ള, സ്വന്തത്തിൽ തന്നെ വഴിതെറ്റി സഞ്ചരിച്ചിട്ടുള്ള എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവണ്ട. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ എല്ലാ പാപങ്ങളും പടച്ച റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇത് നമുക്ക് നൽകുന്ന ഒരു വലിയ പ്രതീക്ഷ എത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിളിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും കുറവുകളും ന്യൂനതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു കാരുണ്യവാനാണ്, പശ്ചാത്താപം ഗഫൂർ, അല്ലാഹു പൊറുക്കുന്നവനാണ്. ഇതിനേക്കാൾ വലിയ ഒരു കാരുണ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെതായിട്ട് വരാൻ ഇനി എന്താ ഉള്ളത്? പടച്ച റബ്ബ് നമുക്ക് പുറത്തു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. നമ്മൾ തന്നെ ചോദിക്കും ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കൊണ്ട്, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഈ തെറ്റുകളും കുറ്റങ്ങളൊക്കെ അള്ളാഹ് പുറത്തു തരും. ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ വലിയ വലിയ പാപങ്ങൾ ചെയ്ത ആളുകൾ വളരെ കുറവായിരിക്കും. ആ കുറവായ ആളുകൾ ചിലപ്പോൾ ഈ പള്ളിയിലും നോമ്പിലൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. വലിയ പാപം ചെയ്ത ആളുകൾ ധിക്കാരികളും തമ്മാടികളും ആയിട്ട്, സത്യനിഷേധികളായിട്ട് ജീവിതത്തിന്റെ പല ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതേസമയം തന്നെ നോമ്പിലൂടെയും നമസ്കാരത്തിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും ഒക്കെ നല്ല ജീവിതത്തിൽ തന്നെ മുന്നേറുന്നതിന്റെ ഇടയിൽ അറിയാതെ അവിവേകത്താൽ, അറിവില്ലായ്മ കൊണ്ട് ചിലപ്പം പാപങ്ങളിലും തെറ്റുകളിലും പെട്ടുപോകുന്ന ദുർബല മനസ്കരായ മനുഷ്യരുണ്ടാകും. അവർക്കും വലിയ ആശ്വാസമാണ്, അവർക്കും വലിയ ആശ്വാസമാണ്. അല്ലല്ലാതെ നിങ്ങളുടെ പാപം പിന്നെ ആരാ നിങ്ങൾക്ക് പുറത്തു തരാം?
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ചോദ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷതൻ ഔ വലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം. ഇങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഫാഹിഷത്ത് സംഭവിക്കുക, പ്രവർത്തിക്കുക, അശ്ലീല പ്രവർത്തനത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ധിക്കാരികളായിട്ട് സ്വയം തന്നെ മാറുക, എന്നിട്ട് പിന്നിട്ട് അള്ളാഹു അവർ ഓർക്കും, അള്ളാഹുവിന് അതിന് ശേഷം സംഭവിച്ചു പോയല്ലോ എന്നുള്ള ഒരു ഖേദത്താൽ അള്ളാഹുവിനെ ഓർക്കും. എന്നിട്ട് തെറ്റിയ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുണ്ടല്ലോ, ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകൾ, ആ തെറ്റുകൾ അവർ ഇസ്തിഗ്ഫാർ നടത്തും. അള്ളാഹ് ചോദിക്കുന്നു, അല്ലല്ലാതെ പിന്നെ ആരെ പൊറുക്കുക, അല്ലല്ലാതെ പിന്നെ ആരെ പൊറുക്കുക. ഇത് നമുക്ക് നൽകുന്ന ഒരു വലിയ ആശ്വാസത്രയാ. അല്ലല്ലാതെ ആരാ പൊറുക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ തന്നെ ആലോചിക്കുക. ഒരിക്കൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം, രാത്രിയിൽ ഈശ നമസ്കാരം പള്ളിയിൽ ജമാഅത്തായിട്ട് നമസ്കരിച്ചിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരിച്ചു വീട്ടിലേക്ക് പോവാൻ. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവെ അഭിവാദ്യം ചെയ്തു. എന്നിട്ട് ആ സ്ത്രീക്ക് അഭിവാദ്യം കൊടുത്തിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നേരെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ വീട്ടിലെത്തിയിട്ട് സുന്നത്ത് നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കതക് മുട്ടി തുറന്നു നോക്കുമ്പോൾ ഈ സ്ത്രീ തന്നെയാണ്. ഈ സ്ത്രീ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു. ശരിക്കും നമ്മൾ കേൾക്കണം ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന സംഭവങ്ങൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും, അല്ലാഹു പുറത്തു തരും. അപ്പൊ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ സ്ത്രീ വെളിപ്പെടുത്തി, ജീവിതത്തിൽ രണ്ട് വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. രണ്ട് വലിയ പാപങ്ങൾ ചെയ്തു. ഒന്ന് അവിഹിത വീഴ്ചയിൽ ഏർപ്പെട്ടു, വ്യഭിചരിച്ചു പോയി. ദുർബലമായ നിമിഷത്തിൽ ചിലപ്പം സംഭവിച്ചു പോകും, വ്യഭിചരിച്ചു പോയി. ഇനി ഈ വ്യഭിചരിച്ചു പോയി എന്നതുപോലെ തന്നെ വൻപാപങ്ങളായിട്ട് എണ്ണിയിട്ടുള്ളതൊക്കെ നിങ്ങളത് മനസ്സുകൊണ്ട് ആലോചിക്കുക. ദുർബലമായ നിമിഷത്തിൽ മദ്യപിച്ചു പോയി, ദുർബലമായ നിമിഷത്തിൽ കഞ്ചാവ് അടിച്ചു പോയി, ലഹരിക്ക് അടിമപ്പെട്ടു പോയി, ദുർബലമായ നിമിഷത്തില് അന്യന്റെ സമ്പാദ്യം എന്റെ അക്കൗണ്ടിലേക്ക് വന്നു, അതായത് മോഷ്ടിച്ചു, കളവ് നടത്തി. ദുർബലമായ നിമിഷത്തിൽ മറ്റുള്ളവന്റെ തലയെടുത്തു, കൊന്നുകളഞ്ഞു. അതാണ് വൻപാപങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വൻപാപം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ തുടർന്ന് പറഞ്ഞു, അവിഹിത വീഴ്ചയിൽ ഏർപ്പെട്ടു എന്ന് മാത്രമല്ല, ഗർഭം ധരിച്ചു, ഗർഭത്തിലുണ്ടായ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞു. വൻപാപങ്ങൾ എന്താണ്? ഒന്ന് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു, പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. അള്ളാഹുവിന് പുറത്തു തരുമോ? ഏറ്റവാദി അബൂ ഹുറൈറ ഇറക്കി വിട്ടു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇറക്കി വിട്ട് തിരിച്ചു പോവാൻ പറഞ്ഞു. ഈ സ്ത്രീ അവിടെ നിന്ന് കലങ്ങിയ കണ്ണുമായി കൊണ്ട് തിരിച്ചുപോയി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ റസൂലിനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഇന്നലെ രാത്രി ഇങ്ങനെ സംഭവിച്ചു. ഒരു സ്ത്രീ വന്നു, വിവാഹിത വീഴ്ചയിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞു, അതിലൂടെ കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞു, കുഞ്ഞിനെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, പുറത്തു തരുമോ എന്ന് ചോദിച്ചു. പുറത്തു തരൂല എന്ന് ഞാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടു. റസൂൽ ചില സമയങ്ങളിൽ മാത്രം റസൂൽ ദേഷ്യപ്പെട്ടത്. എന്താ അബൂ ഹുറൈറ താങ്കൾ ഈ പറയുന്നത്? താങ്കൾ എന്തായി പറയുന്നത്? സൂറത്തുൽ ഫുർഖാൻ താങ്കൾ കേട്ടിട്ടില്ലേ? ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. എന്താ അബൂ ഹുറൈറ താങ്കൾ അത് മറന്നുപോയോ? എന്ത് സംഭവിച്ചു? താങ്കൾക്കറിയില്ല? ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹാ, പശ്ചാത്താപം നടത്തി സംഭവിച്ചു പോയ തെറ്റിനെ അള്ളാന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞു, സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് സമ്മതിച്ചു, ജീവിതത്തിൽ ഒരിക്കലും ദുർബലമായ നിമിഷത്തിൽ സംഭവിച്ചതാണ് എന്നൊരു തിരിച്ചറിവുണ്ടായി, അതിലൊരു ഖേദമുണ്ടായി. ആ ഖേദത്തിന്റെ മുമ്പിൽ വന്നിട്ടില്ല അതിനുശേഷം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു, ധാരാളം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. ഇങ്ങനെ തെറ്റുകാലത്ത് ജീവിച്ചതിനേക്കാൾ സൽക്കർമ്മങ്ങളിലൂടെ ജീവിതത്തിന്റെ ബാക്കി കാലം മുഴുവൻ സൽക്കർമ്മങ്ങളിലൂടെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ റബ്ബ് പുറത്തു തരും എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടില്ലേ? അല്ലല്ലാതെ പിന്നെ ആരാ പുറത്തു തരാ? അല്ലല്ലാതെ പിന്നെ ആരാ പുറത്തു തരാ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോഴാണ് റബ്ബ് ഇങ്ങനെ ഉണർത്തിയിട്ടുണ്ടല്ലോ, നമ്മുടെ റബ്ബ് ഇങ്ങനെ ഉണർത്തിയിട്ടുണ്ടല്ലോ, നമ്മളോട് കാരുണ്യത്തോട് കൂടി പെരുമാറുന്ന റബ്ബിനെ പുറത്തിയിട്ടുണ്ടല്ലോ. കാരുണ്യവാനും പൊറുക്കുന്നവനുമായ റബ്ബ്. ഈ സ്ത്രീ അന്വേഷിച്ചു നടന്നു. സുബഹി നമസ്കാരത്തിന് ശേഷം റസൂലുമായി കൊണ്ട് ഈ ചർച്ച നടക്കുന്നത്. ഇശ നമസ്കാരത്തിന് ശേഷമാണ് പിന്നെ ഈ സ്ത്രീയെ കാണുന്നത്.
ഈ സ്ത്രീയെ കണ്ടപ്പം റസൂലുമായി കടന്ന ഈ സംസാരവും അതിനുശേഷം അല്ല പൊറുക്കുമെന്നുള്ള സന്തോഷ വാർത്ത ഈ സ്ത്രീയെ കേൾപ്പിച്ചപ്പം അവര് കൈകൾ ഉയർത്തി, എനിക്കിതാ തൗബയുടെ പശ്ചാത്താപത്തിന്റെ വാതിൽ തുറത്തിരിക്കുന്നു, ഞാനിത് അള്ളാഹുവിനോട് ശുക്ർ രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു. ജീവിതത്തിൽ പലപ്പോഴും ചില ദുർബലമായ നിമിഷത്തിൽ സംഭവിക്കും. ഒരു 40-45 വയസ്സിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആലോചിക്കുക, കൗമാര കാലഘട്ടത്തിൽ ചിലപ്പോൾ തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകും, വീഴ്ച സംഭവിച്ചിട്ടുണ്ടാകും. അള്ളാഹിന്റെ മുമ്പിൽ ഏറ്റുപറയുന്നതോട് കൂടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വലിയ ഖേദമുണ്ടായ സംഭവമായിരുന്നു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായ റസൂലിന്റെ പിതൃവൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത്. നമുക്കതറിയാം ചരിത്രം. ഉഹുദ് യുദ്ധത്തിലാണ് വധിച്ചത്. ആരാ ഹംസ റളിയല്ലാഹു അൻഹു വധിക്കുന്നത്? വഹ്ഷിയാണ് വധിക്കുന്നത്. എങ്ങനെയാ വഹ്ഷി വധിച്ചത്? ഈ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വഹ്ഷി ചാട്ടുളി കൊണ്ട് അമ്പെയ്തുകൊണ്ട് ഉഹുദിന്റെ മണ്ണിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വഹ്ഷി വധിക്കുന്നുണ്ട്. വഹ്ഷി നമുക്കറിയാം ഹിന്ദിന്റെ അടിമയാണ്. ഹിന്ദ് കൊട്ടേഷൻ കൊടുത്തു. ഹിന്ദ് വഹ്ഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, വഹ്ഷി, നിനക്ക് ഞാൻ ഒരു അസൈൻമെന്റ് നൽകുകയാണ്. നിന്നെ ഈ യുദ്ധത്തിൽ നിനക്ക് നൽകുന്ന എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അസൈൻമെന്റ് ആണെന്ന് ചോദിച്ചാൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുക. അതോടുകൂടി ഇസ്ലാമിക സൈന്യം ചിത്രഭദ്രമാവും, അവര് പരാജയപ്പെടും, പിന്മടക്കും. സ്വാഭാവികമായിട്ട് സംഭവിച്ചു. അത് വഹ്ഷി ആ ദൗത്യം വളരെ ഭംഗിയായി കൊണ്ട് നിർവഹിച്ചു. ഹംസ റളിയല്ലാഹു അൻഹു വധിച്ചു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരളെ രണ്ടായി പറിച്ചു തിന്നു. നമുക്കതറിയാം. വഹ്ഷിനെ കൊണ്ടുവന്നിട്ട് പിളർത്താൻ പറഞ്ഞു. എന്നിട്ട് ഹിന്ദ് പറിച്ചെടുത്തുകൊണ്ട് കരള് ചവച്ചു തുപ്പി. ഈ രംഗമൊക്കെ റസൂലിന്റെ മനസ്സിലുണ്ട്. ഏകദേശം ഹിജറ 3.5 വർഷം ആകുമ്പോഴാണ് ഉഹുദ് യുദ്ധം നടക്കുന്നത്. അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞിട്ട് മക്കം ഫത്തഹിന്റെ സമയം. ഏകദേശം ഹിജറ 7-8 വർഷങ്ങളിലാണ് മക്കം ഫത്തഹ് നടക്കുന്നത്. മക്കം ഫത്തഹിന് മക്കയിലേക്ക് വന്നു. മക്കയിലേക്ക് റസൂലും റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബികളും വന്നു. റസൂൽ അവിടുന്ന് പറഞ്ഞു, മക്കയിലെ മുഴുവൻ ആളുകൾക്കും അവരെല്ലാവരുടെയും പാപങ്ങൾ മുഴുവൻ പുറത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ റസൂൽ ചോദിച്ചു, വഹ്ഷി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? വഹ്ഷി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? റസൂലിന്റെ കാതിൽ ആരോ പറഞ്ഞു, ഈ വഹ്ഷി റസൂല് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വിവരം കേട്ട സമയത്ത് വഹ്ഷി ഇവിടുന്ന് ത്വായിഫിലേക്കോ തബൂക്കിലേക്കോ ഇവിടെ പോയി ഇവിടുന്ന് മക്ക വിട്ടു പോയിട്ടുണ്ട്. റസൂൽ വഹ്ഷിനെ കാണാൻ വേണ്ടിയിട്ട് റസൂൽ ആഗ്രഹിച്ചു. അങ്ങനെ വഹ്ഷിനെ കണ്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വഹ്ഷി വന്നു. അങ്ങനെ വഹ്ഷി വന്നപ്പോൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്ഷിനോട് ചോദിച്ചു, അഅൻത വഹ്ഷി, നീ വഹ്ഷിയാണോ? നീ വഹ്ഷിയാണോ? അപ്പൊ വഹ്ഷി എന്ന് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, ഞാൻ വഹ്ഷിയാണ്. റസൂലിന്റെ കൺമുമ്പിൽ ഇങ്ങനെ രക്തം, കണ്ണുനീരിങ്ങനെ വരാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പുള്ളത് റസൂൽ ഇങ്ങനെ ഓർക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു വധിച്ച വഹ്ഷി എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഹംസ റളിയല്ലാഹു അൻഹു എന്ന റസൂലിന് അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു. ഉഹുദ് യുദ്ധം എന്ന് പറഞ്ഞാൽ റസൂലിന് തന്നെ പരിക്കേറ്റു, റസൂലിന് തന്നെ രക്തം വന്നു. ഈ യുദ്ധമാണ് ഉഹുദ് യുദ്ധം. ഇതിൽ വലിയ ആഘാതമേറ്റതാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വവും മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വവും. വഹ്ഷിനോട് ചോദിച്ചു, അൻത വഹ്ഷി, നീ വഹ്ഷിയാണോ? അതെ, ഞാൻ വഹ്ഷിയാണ്. രണ്ടാമത്തെ ചോദ്യം, അൻത ഖതൽത ഹംസ, നീയാണോ ഹംസയെ കൊന്നത്? നീയാണോ ഹംസയെ കൊന്നത്? അവിടുന്ന് വഹ്ഷി എന്നിട്ട് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, ഞാനാ കൊന്നത്. ഉടനെ റസൂലിന്റെ അടുത്തുണ്ടായിരുന്ന ഉമറിനേറ്റ് പറഞ്ഞു, റസൂൽ എന്നെ അനുവദിക്കൂ വഹ്ഷിയുടെ തലയെടുക്കാൻ, എന്നെ അനുവദിക്കൂ വഹ്ഷിയുടെ തലയെടുക്കാൻ. അവിടുന്ന് റസൂലുള്ളാഹ് ഉമറിനോട് പറഞ്ഞു, ഉമറുൽ ഖത്താബ് ഇരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ കൈ ഇങ്ങനെ വഹ്ഷിയുടെ തലയിൽ വെച്ചിട്ട് പറഞ്ഞു, ഖദ് ഗഫറല്ലാഹു ലക യാ വഹ്ഷി, വഹ്ഷി, നിനക്ക് അല്ലാഹ് പുറത്തു വന്നിരിക്കുന്നു, നിനക്ക് അല്ലാഹ് പുറത്തു വന്നിരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പുറത്തു വന്നിരിക്കുന്നു. വഹ്ഷിനോട് ഒരു കാര്യം പറഞ്ഞു, അല്ലാഹ് നിനക്ക് പുറത്തു തരും വഹ്ഷി, ഈ റസൂല് പുറത്തു തരും. ഒറ്റ കണ്ടീഷൻ ഉണ്ട്, എന്റെ കൺമുമ്പിൽ ഇനി ഉണ്ടാവരുത്. എന്നെ കാണുമ്പോൾ വഹ്ഷി, നിന്നെ കാണുമ്പോൾ എനിക്ക് ഹംസ ഇങ്ങനെ ഓർമ്മ വരും, ഹംസ റളിയല്ലാഹു ഓർമ്മ വരും. അതുകൊണ്ട് കൺമുമ്പിൽ വരുന്നതൊന്ന് ശ്രദ്ധിക്കണം. പക്ഷെ നീ ചെയ്ത ഒരു വലിയ പാപം, ആ പാപം നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു, അതിരുവിട്ട് പ്രവർത്തിച്ചവരായ എന്റെ അടിമകളെ, ദുർബലമായ നിമിഷത്തിൽ വ്യഭിചരിച്ചു പോയി. ഏതോ ദുർബലമായ നിമിഷത്തിൽ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ ഒറ്റയ്ക്ക് ക്യാമ്പസിൽ ഉണ്ടായിരുന്ന സമയത്ത്, എന്റെ കൂടെയുള്ള എന്റെ ക്ലാസ്മേറ്റ്സ് മുഴുവൻ നോൺ മുസ്ലിം ആയിക്കുന്ന ക്ലാസ്മേറ്റ്സ്, ഇയറിന്റെ സമയം, ക്രിസ്തുമസിന്റെ സമയം, ആഘോഷ സമയം, സെന്റ് ഓഫിന്റെ സമയം, ഞങ്ങളൊരു ടൂർ പ്രോഗ്രാം നടത്തിയ സമയത്ത് അവരെല്ലാവരും മദ്യപിക്കുന്ന സമയത്ത്
അവരുടെ കെണിയിൽ പെട്ടിട്ട് ആ സമയത്ത് ദുർബലമായ നിമിഷത്തിൽ ഞാൻ മദ്യപിച്ചു പോയി. ചില ആളുകൾ വന്നിട്ട് പറയുന്നതാണ് ജാഹിലിയ കാലഘട്ടത്തിൽ ചിലത് സംഭവിച്ചത്. റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലെ ജാഹിലിയ കാലഘട്ടത്തിൽ സംഭവിച്ചു. ജാഹിലിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അറിയാം, ജനിച്ച വീണ് പെൺകുഞ്ഞാണെങ്കിൽ ആ പെൺകുഞ്ഞിനെ ജീവനോട് കൂടി കുഴിച്ചു മൂടുന്ന ഒരു കാലം. റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലെ എനിക്കൊരു കാലം ഉണ്ടാക്കുന്നു, എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ഗർഭിണിയായി. അള്ളാന്റെ റസൂൽ എന്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ ഞാൻ സന്തോഷിച്ചു, എനിക്കൊരു ആൺകുഞ്ഞിനെ വേണം. ഭാര്യ പ്രസവിച്ചപ്പോ പെൺകുഞ്ഞ്. ഞാൻ ആൾക്കാർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു കാലം എന്റെ കുഞ്ഞിനെ ഞാനിങ്ങനെ നന്നായിട്ട് വളർത്തി അള്ളാന്റെ റസൂലെ. പക്ഷെ പരിസരത്ത് അറിഞ്ഞു എന്റെ വീട്ടിലൊരു പെൺകുഞ്ഞ് വളരുന്നു എന്ന് പരിസരത്ത് അറിഞ്ഞു. എനിക്ക് അഭിമാനം സഹിക്കാൻ വയ്യാതായി. ആളുകൾ കളിയാക്കാൻ തുടങ്ങി. അള്ളാന്റെ റസൂൽ ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിലേക്ക് പുതിയ ഉടുപ്പായിക്കൊണ്ട് എന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. ആ കുഞ്ഞിന്റെ കണ്ടപ്പന്നെ ഓടി വന്നു. ഇസ്ലാമിക ചരിത്ര ഈ സംഭവം വിവരിക്കുന്നത്. ആ കുഞ്ഞിങ്ങനെ ഓടി വന്നു. അള്ളാന്റെ റസൂലിന്റെ കുഞ്ഞിനെ ഞാൻ എടുത്തു. ആ കുഞ്ഞിന് പുതിയ വസ്ത്രം ഒഴിപ്പിച്ചു. കുഞ്ഞിനോട് പറഞ്ഞു, നമുക്ക് പുറത്തു പോവാനുണ്ട്. ആ കുഞ്ഞിന്റെ വെല്ല് പിടിച്ചിട്ട് ഞാനും എന്റെ പ്രിയപ്പെട്ട മകളും ഞാൻ കുഞ്ഞിനുമായിക്കൊണ്ട് ഞാൻ പുറത്തു ചെന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ച് അകലേക്കിലേക്ക് ഞാൻ ചെന്നു. ഞാനൊരു കുഴി വെട്ടി. ആ കുഴി വെട്ടിയപ്പം എന്റെ കുഞ്ഞിനോട് ചോദിച്ചു, മോളെന്നോട് ചോദിച്ചു, എന്തിനാ ഉപ്പ കുഞ്ഞ് ഈ കുഴി വെട്ടുന്നത്? കുഴി വെട്ടുന്ന സമയത്ത് താടി രോമങ്ങളിൽ കുറച്ച് പൊടി വരണ്ടോ? ആ പൊടി വരണ്ടിന്റെ മോള് ഇങ്ങനെ താടി രോമങ്ങളിൽ നിന്ന് ആ പൊടി ഇങ്ങനെ മാറ്റി തന്നു. അള്ളാന്റെ റസൂലെ അല്പം ആഴത്തിലൊരു കുഴിയായപ്പം കരളിന്റെ കഷ്ണമായ എന്റെ മോളെ ജീവനോട് കൂടിയിട്ട് ആ കുഴിയിലേക്ക് ഞാൻ വിളിച്ചെറിഞ്ഞു. അള്ളാന്റെ റസൂലെ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു കാലുണ്ടായിട്ടുണ്ട്, എനിക്കത് പുറത്തു തരുമോ എന്ന് അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു. ദുർബലമായ നിമിഷത്തിൽ ചിലപ്പുണ്ടാവുമല്ലോ, 1 വയസ്സോ 1.5 വയസ്സോ ആദ്യത്തെ കുട്ടിക്ക് പ്രായമാവുന്ന സമയത്ത് വീണ്ടും നമ്മൾ അറിയും ചിലപ്പോൾ നമ്മുടെ ഭാര്യ ഗർഭിണിയാണ് എന്നുള്ളത്. ആ സമയത്ത് പ്രതീക്ഷക്കപ്പുകരം നമ്മൾ അസ്വസ്ഥപ്പെടും, മനസ്സുകൊണ്ട് അസ്വസ്ഥപ്പെടും. അല്ല, ആദ്യത്തെ കുട്ടിക്ക് 1.5 വയസ്സ് 1 വയസ്സായിട്ടുള്ളൂ. നമുക്ക് ആരും അറിയാതെ ഒരു അബോർഷൻ ചെയ്യാം, മാറ്റിക്കളയാം. നമുക്ക് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മൾ കളയും. ഒരു കാലഘട്ടത്തിൽ ജീവിച്ച വളർന്ന പ്രസവിച്ച കുഞ്ഞിനെ ജീവനോടെ കുഴിച്ചുമൂടിയെങ്കിൽ, പ്രസവിക്കാൻ അനുവദിക്കാതെ ജീവനോടെ കുഴിച്ചുമൂടുന്ന കാലത്ത് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ ഈ രാവിൽ ഇന്നല്ലാഹ യബ്സുതു യദഹു ബിന്നഹാരി യുംസിഉൽ ലൈൽ വയബ്സുതു യദഹു ബിന്നഹാരി വയബ്സുതു യദഹു ബില്ലൈലി യുംസിഉൻ നഹാർ. ദുർബലമായ നിമിഷത്തിൽ അബോർഷൻ ചെയ്തു, ദുർബലമായ നിമിഷത്തിൽ കഞ്ചാവിന് അടിമപ്പെട്ടു, ദുർബലമായ നിമിഷത്തിൽ അള്ളാഹുവിന്റെ പരിധികളും നിയന്ത്രണങ്ങളും വിട്ട് ഞാൻ ജീവിച്ചു. നമസ്കരിക്കാതെ കാലുണ്ടായി, നോമ്പെടുക്കാത്ത കാലുണ്ടായി, അള്ളാഹിന്റെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ച കാലുണ്ടായി. ഇപ്പൊ ഞാൻ തിരിച്ചറിയുന്നു ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. എല്ലാ പാപങ്ങളും അള്ളാഹ് പുറത്തു തരും. ചില ആളുകൾക്ക് ചിലപ്പോൾ ജീവിതത്തിൽ അങ്ങനെ എല്ലാ പാപമൊന്നും ഉണ്ടാവില്ല, 1-2 ചില പാപങ്ങൾ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ രാവിലും പകലിലും നമ്മൾ നമ്മളിലേക്ക് ഇറങ്ങിയിട്ട് എന്താ എനിക്ക് അള്ളാന്റെ മുമ്പിൽ പറയാനുള്ള പാപം എന്താ? നമ്മൾ ചിലപ്പോൾ സമാധാനിക്കണം, വിചരിച്ചിട്ടില്ല, കള്ളുടിച്ചിട്ടില്ല, മദ്യപിച്ചിട്ടില്ല, നല്ല കാലം മുതൽ ഓർമ്മച്ചത് മുതലുള്ള നിസ്കാരമൊക്കെ നടത്തി വരുന്നുണ്ട്. സമ്പാദ്യം മുഴുവൻ ഹലാലിന്റെ വഴിയാണ്, സമ്പാദ്യത്തിൽ എവിടെയും ഹറാമിന്റെ കളം കുറഞ്ഞിട്ടില്ല. എന്നാലും ഉണ്ടാവുമല്ലോ ചിലപ്പോ എന്തെങ്കിലും അബദ്ധങ്ങൾ. ആ അബദ്ധങ്ങളെ കണ്ടെത്താൻ കഴിയുക എന്ന് പറയുന്നത് ചില മനുഷ്യരുണ്ട്, അവരുടെ ജീവിതത്തിൽ ചില തെറ്റുകളുണ്ട്, ആവർത്തിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കും. ആദ്യത്തെ സമയത്ത് ചിലപ്പോൾ അത്ര ഒരു ഗൗരവത്തിൽ ആദ്യം കാണും, പിന്നെ അതിനോട് ഈസിയാവും. എന്റെ കണ്ണിനെ നിയന്ത്രിക്കുന്നിടത്ത് പരാജയപ്പെടും. ചിലപ്പോൾ ഉണ്ടാവും തെറി വിളിക്കുന്ന ഒരു സ്വഭാവം, ചിലപ്പോൾ ഉണ്ടാവും പരദൂഷണം പറയുന്ന ഒരു സ്വഭാവം, ചിലപ്പോൾ ഉണ്ടാവും ലൈംഗിക ചുവയോടുകൂടി കാര്യങ്ങളെ കാണുന്ന ഒരു സ്വഭാവം. ഒരു പെണ്ണിനെ കാണുമ്പോൾ, നാട്ടിൽ കറങ്ങുമ്പോൾ, സുഹൃത്തുക്കളെ കാണുമ്പോൾ വാക്കുകളും പ്രയോഗങ്ങളും മുഴുവൻ ലൈംഗിക ചുവയോടുകൂടിയായിരിക്കും. ആദ്യത്തിൽ ചിലപ്പം അതിലൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടാവും. പിന്നെ അതിലങ്ങോട്ട് കടന്നിട്ട് പിന്നെ ജീവിതം മുഴുവൻ ഈ തെറ്റിലായിരിക്കും അയാൾ ഉണ്ടാവുക. നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, പക്ഷെ ജീവിതത്തിൽ പലപ്പോഴും ഈ തെറ്റിൽ അങ്ങോട്ട് കുഴിച്ചിട്ടുണ്ടാവും. ഇതിൽ നിന്ന് മുക്തമാനായി കഴിയില്ല. പരദൂഷണം പറയുന്ന സ്വഭാവം ഉണ്ടാവും, കളവ് പറയുന്ന സ്വഭാവം ഉണ്ടാവും, മനുഷ്യന്മാരെ അനാദരിക്കുന്ന ഒരു പ്രകൃതം ഉണ്ടാവും, മനുഷ്യന്മാരോട് ചൂടാകുന്ന പ്രകൃതി ഉണ്ടാവും, ചിലപ്പം ലൈംഗിക ചുവയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണുന്ന പ്രകൃതി ഉണ്ടാവും, സ്വഭാവം ഉണ്ടാവും, ദുശ്ശീലങ്ങൾ ഉണ്ടാവും.
ആദ്യത്തില് നമ്മൾ ഗൗരവത്തിൽ കാണുക, പിന്നെ അതിന് നമ്മളൊക്കെ അഡിക്റ്റ് ആയിട്ട് അതിന്റെ ആളുകളായിട്ട് നമ്മൾ മാറും. നമ്മൾ പോലും അറിയുന്നുണ്ടാവില്ല. കണ്ണിനെ പിടിച്ചുകൊടുത്ത് നിയന്ത്രിക്കാൻ കഴിയില്ല. റോട്ടിൽ ഇറങ്ങിയ അന്യ സ്ത്രീകളെ കാണുന്ന ഒരു ഖുഷിയില്ല. എന്തെങ്കിലും ചെറിയ ചെറിയ സമ്പാദ്യമാണെങ്കിൽ പോലും അതിനൊക്കെ നിസ്സാരമാക്കി കളയാം. പലിശന്റെ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ആദ്യത്തിൽ ശ്രദ്ധിച്ചിട്ട് പിന്നെ ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുക. അതേസമയം നിസ്കരിക്കുന്നവരും നോമ്പെടുക്കുന്നവരൊക്കെ ആയിരിക്കും. അല്ലാഹു ഖുർആൻ പറയുന്നത് ഫലാമൻ കസബ സയ്യിഅ, തെറ്റ് സമ്പാദിക്കുക, തെറ്റിൽ ഇങ്ങനെ പോവാ. ആദ്യത്തിൽ അതിലൊരു ശ്രദ്ധ ഉണ്ടാവും, പിന്നെ അതിനോട് ആ അർത്ഥത്തിൽ തന്നെ ഒരു ശ്രദ്ധയും ജാഗ്രതയെ കുറിച്ച് ഉണ്ടാവില്ല. എന്നിട്ട് ആ തെറ്റ് അവനെ വലയം ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് മുക്തമാകാൻ കഴിയാത്ത വിധം അതിൽ അവർക്ക് മുങ്ങി കുളിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ആളുകളും ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകണം. ഇവരാണ് യഥാർത്ഥത്തിൽ നരകത്തിന്റെ ആളുകൾ. ഇവരാണ് നരകത്തിന്റെ ആളുകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനിന്റെ ആദ്യ നാളുകൾ 9 നോമ്പ് കഴിഞ്ഞു. സാധാരണ പറയാറുണ്ട് അടുത്ത 10 എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാറിന്റെ 10ആണ്, തൗബയുടെ 10ആണ്. പ്രാർത്ഥന വേണം, സാധാരണഗതിയിലുള്ള പ്രാർത്ഥനക്കപ്പുറം തൗബ നടത്താൻ വേണ്ടിയിട്ടും. നമ്മൾ ശുദ്ധരല്ല, നമുക്കാണ് നമ്മളെ കുറിച്ചിട്ട് അറിയാം. ഞാൻ എന്ത് എന്നുള്ളത് എനിക്കറിയാം, എന്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളത്. അള്ളാന്റെ മുമ്പിൽ കൈ ഉയർത്താൻ പകല് നമ്മൾ ഉയർത്തിയ പടച്ച രാത്രിയിൽ പുറക്കും. പകലിലെ തെറ്റുകാർക്ക് പൊറുക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ പടച്ച റബ്ബ് ഇരു കരവും നീട്ടിയിട്ടിരിക്കുകയാണ്. ഇനി രാത്രിയിലോ, രാത്രിയിൽ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് പൊറുക്കാൻ വേണ്ടി പകലിൽ ഇരിക്കുകയാണ്. ഏഴാളുകൾ അവർക്ക് ഹർഷിന്റെ സമയത്ത് ഒരാൾക്കും തണലില്ലാത്തൊരു ഘട്ടത്തിൽ റബ്ബിന്റെ പ്രത്യേകമായ തണല് കിട്ടും. അവസാനം പറഞ്ഞ കൂട്ടരുണ്ട്, 7ാമത്തെ വിഭാഗം. അവരാരാന്നറിയാം? റജുലുൻ, മനുഷ്യന്മാർ. ആ മനുഷ്യന്മാരുടെ പ്രത്യേകത എന്താ? ഒറ്റക്കിരുന്ന് അവർ പടച്ചോനങ്ങനെ കൊടുക്കും. ഒറ്റക്കിരുന്ന് പടച്ചോൻ കൊടുക്കും. ആൾക്കൂട്ടത്തിലാകുമ്പോഴും ഒറ്റക്കിരുന്നിട്ട് പടച്ചോൻ കൊടുക്കും. കഴിഞ്ഞ കാലത്തെ കുറിച്ചിട്ട് ഓർക്കും, സംഭവിച്ചു പോയ തെറ്റിനെ കുറിച്ചിട്ട് ഓർക്കും. അതിന് ബേജാറാവും, അസ്വസ്ഥരാവും. എന്നിട്ട് അഹിനാഹു, സ്വാഭാവികമായിട്ട് കണ്ണിന്ന് കണ്ണീര് വരും. അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ, പ്രത്യേകിച്ച് രാത്രിയിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമസ്കാരം ഖിയാമുൽ ലൈലിന്റെ നമസ്കാരം. എന്തിനാ റസൂൽ ഇങ്ങനെ നിസ്കരിക്കണം? അവർ ചോദിച്ചില്ല ആയിഷ റളിയല്ലാഹു, എല്ലാം പുറത്തു കൊടുത്ത അള്ളാന്റെ റസൂൽ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? കാലിൽ നീര് കെട്ടുന്നവർ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇത് ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? റസൂൽ സുജൂദിലാകുമ്പോൾ കടുക് നല്ല തിളച്ച വെളിച്ചെണ്ണയിലിട്ടാ ഉണ്ടാകുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, ടക്ക് ടക്ക് ശബ്ദം, കടുക് പൊട്ടിത്തെറിക്കുന്ന ശബ്ദം. സുജൂദിൽ കിടന്നിട്ട് അള്ളാന്റെ റസൂൽ ഇങ്ങനെ വിങ്ങുന്നുണ്ടെന്ന, കൽബ് പൊട്ടുന്നുണ്ട്. റസൂലിന്റെ മുസല്ല മുഴുവൻ ഇങ്ങനെ നനഞ്ഞു കുതിരുന്നുണ്ട്. എന്നിട്ട് റസൂൽ പ്രാർത്ഥിക്കുക. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ കണ്ണിന്ന് കണ്ണീര് വന്നിട്ടുണ്ടോ? 2 തുള്ളികൾ അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും പ്രിയപ്പെട്ട 2 തുള്ളികളുണ്ട്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട 2 തുള്ളി. ഒന്നേതാണെന്നറിയാം? അള്ളാഹനെ ഓർത്തിട്ട് നമ്മുടെ കണ്ണെന്ന് അറിയാതെ വരുന്ന 2 കണ്ണ് തീർത്തുള്ളി. നമ്മൾ പൊട്ടും. നമ്മൾ ആലോചിച്ചാൽ, നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഇത് ആലോചിച്ചാൽ നമ്മുടെ കണ്ണിന്ന് കണ്ണീര് വരും. ആ കണ്ണീര് അള്ളാഹ് തട്ടി മാറ്റൂല, അള്ളാഹ് സ്വീകരിക്കും. 2ാമത്തെ തുള്ളിണ്ട്, അള്ളാന്റെ മാർഗത്തിൽ ജീവിച്ചിട്ട് അതിൽ രക്തം ചിന്തും, പ്രയാസം ഉണ്ടാകും. അന്ന് രക്തം തെറിച്ചിട്ട് ആ രക്തത്തിന്റെ തുള്ളി, കണ്ണീനൂർ തുള്ളിയും രക്തത്തിന്റെ തുള്ളിയും, ഇത് രണ്ടും അള്ളാഹ് തട്ടി മാറ്റൂല, അള്ളാഹ് സ്വീകരിക്കും. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഒറ്റക്കൊന്നിങ്ങനെ ഇരുന്നിട്ട് അള്ളാന്റെ മുമ്പിൽ കയ്യിൽ ഉയർത്തുക. അള്ളാഹ് സ്വീകരിക്കും, അള്ളാഹ് സ്വീകരിക്കും. നിങ്ങളെ വെറുതെ ഇങ്ങനെ തൗബണ്ടല്ലോ, അള്ളാഹ് അത് പുറത്തുണ്ട, ഇത് പുറത്തുണ്ട, ഇത് പുറത്തുണ്ടാന്നിട്ട് പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ റസൂലിന്റെ മുമ്പിലും ഖലീഫമാരുടെ മുമ്പിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കായിരുന്ന വെറും പ്രാർത്ഥന ചൊല്ലിപ്പറഞ്ഞുകൊണ്ട് കാര്യമല്ല. അതിനനുസരിച്ച് കൊണ്ട് ജീവിതത്തിലെ അനുഷ്ഠാനങ്ങളും ശ്രദ്ധിക്കണം, ജീവിതത്തിലെ ബാക്കി കാര്യങ്ങളും ശ്രദ്ധിക്കണം. സാധാരണക്കാരായ മനുഷ്യൻ ഇങ്ങനെ അലി റളിയല്ലാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അള്ളാഹ് പൊർക്ക്, അള്ളാഹിന്റെ പൊർക്ക്, താവങ്ങൾ പൊക്ക്, പാപങ്ങൾ പൊർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അലി റളിയല്ലാഹു പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒന്നാമത് തഖ്വ, പ്രാർത്ഥനക്കും തൗബക്കും ഉണ്ട് എന്ത് ചില ഷർത്തുകളുണ്ട്. ആ ഷർത്ത് എന്താണെന്ന് അറിയാം? ഒന്ന്, സംഭവിച്ചു പോയ തെറ്റിനെ സമ്മതിക്കാം. ജീവിതത്തിൽ സംഭവിച്ചു, അള്ളാഹ് മുമ്പിൽ ഏറ്റു പറയാം, അള്ളാഹ് ദുർബലമായ നിമിഷത്തിൽ സംഭവിച്ചു. 2ാമത്തേത് ഇതിൽ ഖേദം ഉണ്ടാവും. സംഭവിക്കല് ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാനക്കാരാ, എന്റെ ഭാഗത്ത് നിങ്ങൾ തെറ്റുണ്ടാവുക. അള്ളാഹ് എനിക്ക് നൽകിയൊരു എത്ര അനുഗ്രഹം, ആ അനുഗ്രഹങ്ങൾ മറന്നിട്ട് അള്ളാഹിന്റെ കാരണത്തെ മറന്നിട്ട് ഞാൻ തെറ്റ് ചെയ്യും, ഞാൻ വ്യഭിചരിക്കുക, ഞാൻ മദ്യപിക്കുക, ഇതിനുണ്ടാവുന്ന ഒരു ഖേദം. എന്റെ ഭാഗത്ത് സംഭവിക്കാൻ പാടില്ല ഖേദം.
മൂന്നാമത്തെ പറഞ്ഞു തൗബത്തുൻ നസൂഹ, നിഷ്കളങ്കമായ തൗബ. കാക്കത്തോബ അള്ളാഹ്ക്ക് ആവശ്യമാണ്. അങ്ങോട്ട് നിൽക്കുമ്പോ ഒരു റമളാൻ വരുമ്പോ എല്ലാവരും പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിക്കാം. എല്ലാവരും കുനൂത്തിന് കൈ ഉയർത്തുന്നു, ഞാനും കുനൂത്തിന് കൈ ഉയർത്താം. എല്ലാവരും പള്ളിയിലാകുന്നു, ഞാനും കൈ ഉയർത്താം. ഞാൻ എന്തൊക്കെ ചൊല്ലി പറയുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തന്നെ പോവാ. ഈ തൗബ അള്ളാഹ്ക്ക് ആവശ്യമില്ല, നിഷ്കളങ്കമായ തൗബ. ഇനി ഒരിക്കലും സംഭവിക്കില്ല, ഞാൻ തിരിച്ചു പോകില്ല. തൗബത്തൻ നസൂഹ, ഞാൻ ഒരിക്കലും തിരിച്ചു പോകില്ല. ആ വഴിയിലേക്ക് ഞാൻ ഒരിക്കലും അള്ളപ്പ എന്നെ രക്ഷപ്പെടുത്തിയതാണ്. പ്രിയപ്പെട്ടവർ, ആ അർത്ഥത്തിൽ പരിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങൾ ഞാൻ എപ്പോഴും സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഖുർആൻ മാസം, റമളാൻ ഇറങ്ങിയ മാസമാണ് ഖുർആൻ. അതുകൊണ്ട് റമളാന്റെ മാസത്തിൽ നിന്ന് നോമ്പനുഷ്ഠിക്കണം. മറ്റുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കി, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി. ഈ ആയത്ത് പറയുന്നതിന്റെ ഇടയിൽ എന്തിനാ അതുകൊണ്ട് അള്ളാന്റെ റസൂലിനെ വിളിച്ചിട്ട് അള്ളാഹ് പറയാ, എന്റെ അടിമകളെ എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവരോട് പറഞ്ഞോ, ഞാൻ അവരുടെ അടുത്തുണ്ട്, തൊട്ടടുത്തുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആൾ എന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കും, ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 9 ദിനരാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ, തൗബ നടത്തണം, ദുആയിൽ ഏർപ്പെടണം, ഇസ്തിഗ്ഫാർ നടത്തണം. നമുക്ക് സമയം കണ്ടെത്തിയിട്ടുണ്ടോ? 24 മണിക്കൂറിന്റെ കുറച്ച് സമയമെങ്കിൽ നമ്മളൊന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് അള്ളാന്റെ മുമ്പിൽ, രാത്രിയെങ്കിൽ രാത്രി, പകലെങ്കിൽ പകല്, ഒഴിഞ്ഞ മനസ്സുമായിട്ട് അള്ളാന്റെ മുമ്പിൽ ഇരിക്കുക, ഏറ്റു പറയാം. ഇനി ആവർത്തിക്കൂല എന്ന് അർച്ചോളം മുന്നിൽ നമ്മൾ നിശ്ചയം ചെയ്യാം. അള്ളാഹു ദുർബലമായ നിമിഷത്തിൽ സംഭവിച്ചതാണ് അത്. ഓരോരുത്തർക്കും അറിയാം നിന്റെ ഹൃദയം എന്താണ് നിന്നോട് പറയുന്നുണ്ട്. സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചകൾ, പിന്നെ മനുഷ്യന്മാരോടുള്ള ബാധ്യതകൾ, അള്ളാഹിനോടുള്ള ബാധ്യത അള്ളാഹ് പുറത്തു തരും. ഏതൊരു സമയത്ത് നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ട്. അന്ന് ടൂർ പോയപ്പോ, യാത്ര പോയപ്പോ നിസ്കരിക്കാൻ പറ്റില്ല, നിസ്കാരം ഒഴിവാക്കിയിട്ട് ഓർമ്മയുണ്ട് അത് ഏതാന്നുള്ളത്. ആ ദുർബലമായ നിമിഷത്തിൽ പല ആരാധനാ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അത്ര ഗൗരവത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, സംഭവിച്ചു പോയിട്ടുണ്ട്, അത് ഓർമ്മയുണ്ട്. അങ്ങനെ ഹൃദയം കൊണ്ട് സംസാരിച്ചിട്ട്, അള്ളാഹിനോട് ഖൽബ് കൊണ്ട് സംസാരിച്ചിട്ട് അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ ഏറ്റു പറയാം, ഇനി ഞാൻ ഒരിക്കലും ഇതിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറയാം. തൗബത്തൻ നസൂഹ, നിഷ്കളങ്കമായ തൗബ. ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് വരില്ല എന്ന ഉറപ്പോട് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ അകത്ത് മാറാം. എല്ലാം പുറത്തു. ജാഹിലിയ കാലഘട്ടത്തിൽ സംഭവിച്ചത് പുറത്തില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അടുത്ത് വന്നിട്ട് ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞു, വ്യഭിചരിച്ചു, കുഞ്ഞുണ്ടായി, കൊന്നു കളഞ്ഞു. അള്ളാഹ് പുറത്തു കൊടുത്തില്ല. ഹംസ റളിയല്ലാഹു ഇവനെ വധിച്ച ഹിന്ദ് വഹ്ഷിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തില്ലേ? അത്രയൊന്നും പാപം നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, സഹോദരികളെ, ഇന്നല്ലാഹ യബ്സുതു യദഹു ബിൽ-ലൈലി ലിമുസീഇൻ നഹാർ വയബ്സുതു യദഹു ബിൻ-നഹാരി ലിമുസീഇൽ ലൈൽ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകിയ ആശ്വാസവാക്യമാണ്. പടച്ചറബ് അല്ലാഹുവിന്റെ ഇഷ്ടക്കാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങൾക്ക് ഈ പുറത്ത് മാപ്പാക്കണേ തമ്പുരാനെ. അള്ളാഹു നിന്നിലേക്ക് ഞങ്ങൾ അതിവേഗം വരുന്നു. തൗബ നടത്തി, ഇസ്തിഗ്ഫാർ നടത്തി റബ്ബേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ തമ്പുരാൻ. നിന്നെ സാക്ഷി നിർത്തി ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്യാം. സംഭവിച്ചു പോയ തെറ്റിലേക്ക് ഇനി ഞങ്ങൾ മടങ്ങൂല റബ്ബേ. അള്ളാഹു, ഞങ്ങളുടെ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, ന്യൂനതകൾ ഒറ്റയ്ക്ക് ചെയ്തതുണ്ട്, രഹസ്യമായി ചെയ്തതുണ്ട്, പരസ്യമായി ചെയ്തതുണ്ട്. അള്ളാഹു, നിനക്ക് മാത്രം അറിയുന്ന തെറ്റുകൾ അള്ളാഹു പുറത്തു തരണേ തമ്പുരാൻ. തെറ്റിന്റെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കല്ല തമ്പുരാൻ. أقول قولي هذا أستغفر الله لي ولكم ولسائر أجمعين. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി പടച്ച റബ്ബിനെ ഓർത്ത് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് മുത്തഖികളായി, മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ വേഗമാണ് ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകും. ഒരാഴ്ച റമദാൻ ആരംഭിച്ച് ഒരാഴ്ച പിന്നിട്ട് 2 വെള്ളിയാഴ്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് 2 വെള്ളിയാഴ്ച കൂടി ഉണ്ടാവുള്ളൂ. ദിവസങ്ങൾ ഇങ്ങനെ വളരെ വളരെ വേഗത്തിൽ പിന്നിട്ടു. ഓരോ ദിവസവും മണിക്കൂറും സമയവും റമദാനിന്റെ സമയത്ത് ആ ഗൗരവത്തിൽ തന്നെ നന്മകൾ ചെയ്തിട്ട് അള്ളാഹുവിന്റെ ആ നോട്ടത്തെ നേടിയെടുക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നോട്ടം കിട്ടിയാൽ
ആ നോട്ടം കിട്ടുന്നതോട് കൂടിയിട്ട് നരകത്തിൽ നിന്ന് അള്ളാഹ് നമ്മളെ അകറ്റുന്നത് റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ സൽക്കർമ്മങ്ങളിലൂടെ നമുക്ക് അള്ളാഹുവിനെ കാണിപ്പിക്കാൻ പറ്റുമോ, അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ, അതിന് കിട്ടുന്ന ഒരു അവസരത്തെ നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്താം. എന്തൊക്കെയാണോ നമുക്ക് കഴിയുക അതുവഴിയൊക്കെ ചിലർക്ക് സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ, പ്രാർത്ഥനകൾ, ദിക്റുകൾ, ദുആകൾ, കഴിഞ്ഞ 9 ദിവസം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിനേക്കാൾ ഉന്മേഷത്തോടുകൂടി, മത്സര ബുദ്ധിയോടുകൂടി, അതിവേഗം സാരിയവും സാബിഹും 2 പ്രയോഗങ്ങളാണ് ഖുർആന്റെ. അതിനനുസരിച്ചുകൊണ്ട് വേഗത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം. കിട്ടാവുന്ന സന്ദർഭങ്ങൾ മുഴുവൻ, പ്രത്യേകിച്ച് സ്വതക്ക ദാനധർമ്മങ്ങൾ നിങ്ങൾ കൊടുക്കുന്നതോടുകൂടി അത് നിങ്ങൾക്ക് തന്നെ വർദ്ധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം, നാട്ടിലെ പാവങ്ങൾ, പ്രയാസപ്പെടുന്നത്, സ്ഥാപനങ്ങൾ, സംവിധാനങ്ങൾ, പള്ളികൾ, നമ്മുടെ മദ്രസകൾ, എന്തൊക്കെയാണോ ഉള്ളത്. റസൂല് ദാരിദ്ര്യക്കാരനായിരുന്നു റസൂൽ, അത്ര വലിയ മിച്ചൊന്നും റസൂലിനുണ്ടായില്ല. പക്ഷെ നോമ്പുകാലത്ത് പോലും റസൂൽ എന്താന്ന് വെച്ചാൽ കാറ്റടിച്ച് വീക്ഷണമായി കയ്യും മെയ്യും മറന്നിട്ട് എന്താണോ സമ്പാദ്യത്തിലുള്ളത് അത് കൊടുക്കും റമളാനായാലും. ഇപ്പൊ ചോദിക്കുന്നവർക്കും ചോദിക്കാത്തവർക്കും, അറിയുന്നവർക്കും അറിയാത്തവർക്കും, അവശത ഉണ്ട് എന്ന് ചിലപ്പോൾ നമുക്ക് അറിയില്ല, അവരെ കണ്ടെത്തിയിട്ട് അവർക്കും നമ്മുടെ സംവിധാനങ്ങൾക്കും ഒക്കെ കയ്യും മെയ്യും മറന്നിട്ട് നമ്മൾ കൊടുക്കുക. നമ്മുടെ പള്ളി നമുക്കറിയാം, ഈ വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കളക്ഷനാണ്. നമ്മുടെ പള്ളി നമുക്കറിയാം, ഈ റമളാനിലൊക്കെ നമ്മൾ എടുക്കുന്ന നമ്മുടെ തന്നെ ആളുകളുടെയൊക്കെ സ്വതക്ക ദാനധർമ്മങ്ങൾ കൊണ്ടാണ് ഒരു വർഷം നമ്മുടെ പള്ളി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരു പള്ളി എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും കേവലം നിസ്കരിച്ച് പോകുക എന്നുള്ളതല്ല. ഒരുപാട് ആളുകളെ കണ്ടെത്തുന്നു, മഹല്ലിലെ സംവിധാനങ്ങളുണ്ട്, അവരുടെ വീട്, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ചികിത്സ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പള്ളി കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ പള്ളി ആ സ്വഭാവത്തിൽ തന്നെ പ്ലാനും പദ്ധതികളൊക്കെ ഉണ്ട്. പരമാവധി ആളുകൾ അതുമായി ബന്ധപ്പെട്ട കളക്ഷനാണ്, പരമാവധി ആളുകൾ അതിലേക്ക് സഹകരിക്കണം. കിട്ടാവുന്ന എല്ലാ സന്ദർഭങ്ങളും നന്മയ്ക്ക് വേണ്ടിയിട്ടും പുണ്യം നേടിയെടുക്കുവാനും ഉപയോഗിക്കുക. അടുത്ത ആഴ്ചയിൽ നമ്മുടെ മഞ്ചേരി സേവന കേന്ദ്രത്തിന്റെ കളക്ഷനാണ് അടുത്ത വെള്ളിയാഴ്ച. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നിയത്ത് വെക്കുക. ഒരു വിഹിതം ഞാൻ അതിന് കൊടുക്കും. മഞ്ചേരിയിൽ രോഗികൾ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടും പ്രയാസം സഹിക്കുന്ന സാധാരണ മനുഷ്യന്മാരാണ് മഞ്ചേരിയിൽ മെഡിക്കൽ കോളേജിൽ വരിക. കഴിവും പ്രാപ്തിയും സാമ്പത്തിക ശേഷിയുള്ളവരൊക്കെ മറ്റു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകും. പക്ഷെ ഇവിടെ വരുന്നത് സാധാരണ മനുഷ്യന്മാരായിരിക്കും. ഇവർക്കാണ് നമ്മൾ നമ്മുടെ സേവന കേന്ദ്രത്തിന്റെ പല പദ്ധതികൾ, പലതും, രാവിലത്തെ പ്രഭാത ഭക്ഷണം, അതുപോലെ തന്നെ അവർക്ക് വേണ്ട മെഡിക്കൽ ഉപകരണങ്ങൾ, മെഡിക്കൽ എയ്ഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥാപനമാണ് മഞ്ചേരി സേവന കേന്ദ്രം. അപ്പൊ അതിന്റെ കളക്ഷനാണ് അടുത്ത വെള്ളിയാഴ്ച. കയ്യും മെയ്യും മറന്നിട്ട് നമ്മുടെ ഉള്ളതിൽ വെച്ചിട്ട് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുക. പടച്ചറപ്പ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളുടെ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, ന്യൂനതകൾ കാരുണ്യവാനായ നാഥ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. അള്ളാഹുവിനെ പരിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങളാണ് ഞങ്ങളുള്ളത്. നിന്റെ തൃപ്തിയും നിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഖുർആൻ പാരായണം, ഖിയാമുൽ ലൈൽ, സ്വതക്ക, ദാനധർമ്മങ്ങൾ, അള്ളാഹുവെ ഖുർആനുമായിട്ടുള്ള പഠന മനനങ്ങൾ നാഥാൻ സ്വീകരിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ നോമ്പുകൾ ഞങ്ങൾക്ക് അനുകൂലമായി നിന്റെ സന്നിധാനത്തിൽ ശുപാർശ പറയുന്ന വിധത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. വീഴ്ചകളും തെറ്റുകളും കുറ്റങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. കരുണാവാരിധിയായ നാഥ, സംഭവിച്ചു പോയ തെറ്റുകൾ, കുറ്റങ്ങൾ ഞങ്ങൾക്ക് ഇനി പുറത്തു തരണേ തമ്പുരാനെ. തെറ്റിന്റെ പേരിൽ ഞങ്ങളെ പിടികൂടല്ല തമ്പുരാനെ. തെറ്റിന്റെ പേരിൽ സ്വർഗം ഞങ്ങൾക്ക് നിഷേധിക്കല്ല തമ്പുരാനെ. തെറ്റിന്റെ പേരിൽ നരകത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കല്ല തമ്പുരാനെ. അള്ളാഹുവെ, വരുന്ന ആളുകൾ ദിനരാത്രങ്ങൾ, നോമ്പിന്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനരാത്രങ്ങൾ അള്ളാഹു ഞങ്ങളുടെ മുമ്പിൽ വരാനിരിക്കുന്നുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് അനുഷ്ഠിക്കുവാൻ, സൽക്കർമ്മങ്ങൾ നേരുവാൻ അള്ളാഹു ഞങ്ങൾക്ക് ഇനി ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിലെ ദുർബലരോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിലെ പലരുടെയും ബന്ധപ്പെട്ടവർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, പലരും പല സ്വഭാവത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവെ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഇനി ആശ്വാസം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ദീർഘായുസ് നൽകണേ തമ്പുരാനെ. ആഫിയത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവെ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് യാത്ര പോയ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, കഴിഞ്ഞ റമളാനിൽ ചിലർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ റമളാനിൽ ഞങ്ങളോടൊപ്പം ഇല്ല. അള്ളാഹുവെ, ഖബറിടത്തിലാണ്. കരുണാവാരിധിയായ റബ്ബേ, അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, സ്വർഗത്തിൽ വെച്ചവരെ കണ്ടുമുട്ടാൻ, അവരോടൊപ്പം ഒരു സ്വർഗീയ ജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وعلى آله وسلم.